സാക്ഷാൽ കണ്ണൻ മുളം തണ്ടിൽ 5 സുഷിരങ്ങൾ ഇട്ടിട്ട് കൂട്ടം തെറ്റിപ്പോയ ഗോക്കളവരെ വിളിച്ചു വരുത്തില്ലേ? അപ്പൊ മുളയുടെ ധർമ്മം എന്താണ്? അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വർണ്ണത്തിലോ വെള്ളിയിലോ ഒക്കെ ഓടക്കുഴലിൽ പണിതിട്ട് അത് വെച്ച് കൊണ്ട് നടന്നുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് മുളം തണ്ടിൽ സുഷിരങ്ങൾ ഇട്ട് ഓടക്കുഴലിൽ ഊതിയിരുന്നത്? മുളയുടെ ധർമ്മം നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മുളയെല്ലാം പാമ്പ് കയറുമെന്നും പറഞ്ഞ് ഏതോ പെന്തക്കോസ്തുകാരൻ പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞു. ശ്രീകൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് നിന്നാൽ ഓടക്കുഴലിൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴലും വാങ്ങി ഹിന്ദു ദൂരെ കളഞ്ഞു. അതൊക്കെ പെന്തക്കോസ്ത് മിഷണറിമാരുടെ തന്ത്രമായിരുന്നു, ഹിന്ദുവിനെ കൺഫ്യൂഷൻ ആക്കാൻ. അല്ലെ, എത്രയോ വീട്ടിൽ കളഞ്ഞില്ലേ? ഓടക്കുഴൽ വെച്ചാൽ കൃഷ്ണൻ ഊതിയകറ്റും ഐശ്വര്യം. എവിടെയാ കൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുക? കൃഷ്ണന്റെ ഹൃദയമാണ് ഓടക്കുഴൽ. അതില്ലാതെ നിൽക്കുന്ന കൃഷ്ണനെ സങ്കല്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? സ്വന്തം മോൻ അവൻ നന്നായിട്ട് പഠിച്ച് വളർന്ന് വലിയൊരു നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കാതെ ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? അവന്റെ ഏറ്റവും വലിയ ആയുധമല്ലേ അവന്റെ പുസ്തകവും പേനയും. നീ ഇനി പുസ്തകവും പേനയും കൈകൊണ്ട് തൊടണ്ടാന്ന് പറഞ്ഞിട്ട് ദൂരെ കളയുമോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. അതുപോലെയാണ് ഭഗവാൻ ഓടക്കുഴൽ. ഇത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് പരാജയം ഉണ്ടാവും.